മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ ഇബ്ലീസ് ലഈൻ എന്ന് പറഞ്ഞു അത്രേ, മൂസാ നബിയെ എനിക്ക് നന്നാകണം, എനിക്ക് നല്ല മനുഷ്യനാകണം, അതുകൊണ്ട് അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്യണം, ഞാൻ പശ്ചാത്തപിക്കാൻ പോവാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ഒന്ന് റെക്കമെൻഡിന് വേണ്ടി വന്ന് പറഞ്ഞു, അള്ളാഹുവേ ഇബ്ലീസുൽ ലഈൻ പശ്ചാത്തപിക്കാൻ പോവാണ്, അവന് നല്ല മനുഷ്യനാകാൻ ആഗ്രഹമുണ്ട്, അവനെ ഒന്ന് നന്നാക്കണം, ദുആ ചെയ്യാൻ പോവാണ്, സ്വീകരിക്കണം. അള്ളാഹ് പറഞ്ഞു, ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, അവന്റെ ദുആ എല്ലാം ഞാൻ സ്വീകരിക്കാം, അവനെ ഞാൻ നല്ല മനുഷ്യനാക്കാം. ആദമിന്റെ മുമ്പിൽ പോയി ഖബറിന്റെ അടുക്കൽ പോയി സുജൂദ് ചെയ്യാൻ പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദമിന്റെ മുമ്പിൽ വന്നു, അല്ല ഇബ്ലീസ് ലഈനിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇബ്ലീസേ, അല്ലാഹു തആല നിന്റെ ദുആയും തൗബയും ഒക്കെ സ്വീകരിക്കും, പക്ഷെ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, ആ ആദമിന്റെ ഖബറിന്റെ മുമ്പിൽ പോയി ഒന്ന് സുജൂദ് ചെയ്യണം. കാരണം ഇബ്ലീസുൽ ലഈൻ ജീവിച്ചിരുന്നപ്പോ ഞാൻ സുജൂദ് ചെയ്തില്ല, പിന്നെയാണ് മരിച്ചടക്കുന്ന ആദമിന്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യാ പറ്റൂല, അത് നടക്കൂല. ഇതാണ് അഹങ്കാരം. ഇതിന്റെ പേരാണ് അഹങ്കാരം. നമുക്ക് പലർക്കും ഇല്ലേ ഈ ഒരു ദുസ്വഭാവം? നമുക്ക് പലർക്കും ഉണ്ട്. നമുക്ക് കുറച്ച് സമ്പത്തോ സൗന്ദര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പവർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തോ ഇവിടുത്തെ വലിയ ആളാണെന്നുള്ള ചിന്തയാണ്, പിന്നെ വലിയ ആളാണെന്നുള്ള ചിന്തയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാടില്ലത്. സ്വർഗത്തിന്റെ പടി പോലും അതിലൂടെ കാണാൻ സാധിക്കില്ല.